പണ്ട് അതിവിശാലമായ ഭൂപ്രദേശത്തിന്റെ ചക്രവർത്തിയായിരുന്നു ആ രാജാവ്. സ്വർണ്ണഖനികളും ശക്തമായ സൈന്യവും അദ്ദേഹത്തിന്റെ അധീനതയിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അന്തരംഗം ഇരുണ്ടതായിരുന്നു. ധാർഷ്ട്യവും ക്രൂരതയും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മുഖമുദ്രയായിരുന്നു. പ്രജകൾ അദ്ദേഹത്തെ ഭയന്നുവിറച്ചു. കൊട്ടാരത്തിലെങ്ങും നിശ്ശബ്ദത തളംകെട്ടിനിന്നു. ഒരു ദിവസം പൊടുന്നനെ കൊട്ടാരത്തിന്റെ കവാടത്തിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ദിവ്യമായ ഒരു തേജസ്സുണ്ടായിരുന്നു. ആഗതനെ കണ്ട് ഭയന്ന ഭടന്മാർ വഴിമാറി. സന്യാസി നേരെ രാജാവിന്റെ സിംഹാസനത്തിന് മുന്നിലെത്തി. കൈയിലിരുന്ന 3 ചെറിയ വിത്തുകൾ അദ്ദേഹം രാജാവിന് സമ്മാനിച്ചു. മഹാരാജാവേ, സന്യാസി ഗംഭീരമായ സ്വരത്തിൽ അരുൾ ചെയ്തു, ഈ വിത്തുകൾക്ക് അങ്ങയുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയും. ആദ്യത്തെ വിത്ത് അങ്ങ് ഒറ്റയ്ക്ക് നടുക. രണ്ടാമത്തത് അങ്ങയുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്തൊരാൾ നടട്ടെ. മൂന്നാമത്തത് അങ്ങയുടെ വെറുപ്പിന്റെ പാത്രമായ ഒരാളാൽ നടപ്പെടണം. അഹങ്കാരിയായ രാജാവ് ആ വാക്കുകൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. ഒരു പിടി വിത്തുകൾക്ക് എന്റെ സാമ്രാജ്യത്തെ എന്തു മാറ്റാൻ കഴിയും എന്ന് അദ്ദേഹം പരിഹസിച്ചു. എങ്കിലും ആ സന്യാസിയുടെ തേജസ്സിൽ ഒരു അജ്ഞാതമായ ശക്തിയുണ്ടെന്ന് രാജാവിന് തോന്നി. ഒടുവിൽ സന്യാസിയുടെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ വിത്ത് കൊട്ടാരവളപ്പിലെ വിശാലമായ പുൽമേട്ടിൽ നട്ടു. ഏതാനും നാളുകൾക്കുള്ളിൽ അവിടെ അത്ഭുതകരമായ ഒരു വൃക്ഷം ഉയർന്നുവന്നു. അതിന്റെ ഇലകൾ സൂര്യരശ്മിയിൽ സ്വർണം പോലെ തിളങ്ങി. നിറയെ ആകർഷകമായ ഫലങ്ങളും അതിലുണ്ടായി. രാജാവ് സന്തോഷിച്ചു. എന്നാൽ ആ ഫലങ്ങൾ ഭക്ഷിച്ച രാജ്യത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ഓരോ രാത്രിയിലും പേടിസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണർന്നു. അവരുടെ മനസ്സിൽ ഭീതിയുടെ കരിനിഴൽ വീണു. കൊട്ടാരത്തിലെ വൈദ്യന്മാർക്ക് പോലും അതിന്റെ കാരണം കണ്ടെത്താനായില്ല. രണ്ടാമത്തെ വിത്ത് രാജാവ് തന്റെ പ്രിയപ്പെട്ട രാജ്ഞിക്ക് സമ്മാനിച്ചു. രാജ്ഞി അത് കൊട്ടാരത്തിലെ മനോഹരമായ പൂന്തോട്ടത്തിൽ സ്വന്തം കൈകൊണ്ട് നട്ടു. താമസിയാതെ അവിടെ അതിമനോഹരമായ പൂക്കളുള്ള ഒരു മരം വളർന്നു. ആ പൂക്കൾ അതിമധുരമായ ഗന്ധം പരത്തി. രാജ്ഞിക്ക് ആ സുഗന്ധം ഏറെ ഇഷ്ടമായി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഗന്ധം ശ്വസിച്ച രാജ്ഞിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങി. ക്രമേണ അവൾ ക്ഷീണിതയും രോഗബാധിതയുമായി മാറി. കൊട്ടാരം ദുഃഖത്തിലും നിരാശയിലും മുങ്ങിപ്പോയി. രാജാവ് വിലപിച്ചു. ഇതോടെ ഭയചകിതനായ രാജാവ് തന്റെ ഏറ്റവും വലിയ ശത്രുവിനെ കാരാഗൃഹത്തിൽ നിന്ന് വിളിച്ചുവരുത്തി. ദരിദ്രനും നിസ്സഹായനുമായ ഒരു കർഷകനായിരുന്നു അയാൾ. രാജാവിന്റെ ക്രൂരതയ്ക്ക് പലപ്പോഴും ഇരയായ വ്യക്തി. രാജാവ് മൂന്നാമത്തെ വിത്ത് അവന് നൽകി കൊട്ടാരത്തിനു പുറത്തുള്ള വരണ്ടതും ഉപയോഗശൂന്യവുമായ ഭൂമിയിൽ നട്ടുവളർത്താൻ ആജ്ഞാപിച്ചു. ഭയന്നുവിറച്ച ആ സാധു രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ആ വിത്ത് ആ മണ്ണിൽ നട്ടു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതകരമായ ഒരു മാറ്റം സംഭവിച്ചു. ആ വരണ്ട ഭൂമിയിൽ ഒരു വലിയ വൃക്ഷം തഴച്ചു വളർന്നു. അതിന്റെ പച്ചിലകൾ ഭൂമിയിലേക്ക് പടർന്നു പന്തലിച്ചു. ആ ഇലകളിൽ നിന്നുള്ള ജലം മണ്ണിലൂടെ ഒഴുകിയിറങ്ങി രാജ്യത്തിലെ കിണറുകളിലും പുഴകളിലും എത്തിച്ചേർന്നു. ആ ജലം കുടിച്ചതോടെ രാജ്യത്തിലെ മാരകമായ പല രോഗങ്ങളും ഇല്ലാതായി. ദീർഘകാലമായി രോഗം ബാധിച്ചിരുന്നവർക്ക് പോലും അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു. രാജ്യം സന്തോഷത്താൽ നിറഞ്ഞു. അതേ ദിവസം തന്നെ സന്യാസി വീണ്ടും കൊട്ടാരത്തിലെത്തി. രാജാവ് ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണു മാപ്പപേക്ഷിച്ചു. വിനയപൂർവ്വം അദ്ദേഹം സന്യാസിയെ സ്വീകരിച്ചു. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു, മഹാരാജാവേ, ആദ്യത്തെ വിത്ത് അങ്ങയുടെ അനിയന്ത്രിതമായ ലോഭത്തിന്റെ ഫലമായിരുന്നു. സ്വർണത്തെപ്പോലെ തിളങ്ങിയ ഫലങ്ങൾ നൽകിയെങ്കിലും അത് രാജ്യത്തിന് ദുരിതം മാത്രമേ സമ്മാനിച്ചുള്ളൂ. രണ്ടാമത്തെ വിത്ത് അങ്ങയുടെ അമിതമായ സ്വാർത്ഥതയുടെ പ്രതീകമായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും സുഖങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകിയപ്പോൾ അത് അങ്ങയുടെ പ്രിയപ്പെട്ട രാജ്ഞിയെ രോഗിയാക്കി. എന്നാൽ മൂന്നാമത്തെ വിത്ത് അങ്ങ് വെറുക്കുന്ന ഒരാളാണ് നട്ടത്. അവന്റെ നിഷ്കളങ്കമായ മനസ്സിലെ ദയയും കരുണയും സ്നേഹവുമാണ് ആ മരത്തെ രാജ്യത്തിന് സൗഖ്യം നൽകുന്ന അമൃതായി മാറ്റിയത്. ഓർക്കുക, ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ, ചില തിരിച്ചറിവുകൾ നൽകാൻ നമുക്ക് നമ്മുടെ ശത്രുക്കൾ പോലും ആവശ്യമായി വരും. സന്യാസിയുടെ ആഴത്തിലുള്ള വാക്കുകൾ കേട്ട് രാജാവ് ലജ്ജകൊണ്ട് തല താഴ്ത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അന്നുമുതൽ ആ ധിക്കാരിയായ രാജാവ് തന്റെ അഹങ്കാരം എന്നേക്കുമായി ഉപേക്ഷിച്ചു. നീതിയും ദയയും സ്നേഹവും മുഖമുദ്രയാക്കിയ ഒരു ഭരണാധികാരിയായി അദ്ദേഹം തന്റെ രാജ്യത്തെ നയിച്ചു. പ്രജകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു. ആ രാജ്യം പിന്നീട് ലോകത്തിന് തന്നെ മാതൃകയായി മാറി.